ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാനിതാ ഇപ്പൊ കാറിന്റെ മൂട്ട് കൊണ്ടിരിക്കുകയാണ്. എന്നാരും തെറ്റിദ്ധരിക്കണ്ട ഗൈസ്. ഞാനൊരു കാര്യം പറട്ടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നലെ മച്ചിക്ക് വേണ്ടി കേസ് കൊടുക്കാൻ പോയപ്പോ ആളൊരു പോലീസുകാരനെ കണ്ട്. സാറിന്റെ പേര് എന്തായാലും മൂപ്പര് പേര് സായൂജ് സാറ്. സത്യം പറയാലോ, ആ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞ അതേപോലെ ആ ഒരു വ്യക്തിനെ പോലെ ആവാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. വളരെ എന്താ പറയാ, നല്ല സ്വഭാവം, നല്ല ക്യൂട്ട് ഫേസ്, ക്യൂട്ട് ശരീരം, നല്ല ബോഡി ഫിറ്റ്. എനിക്ക് സത്യം പറയാം, എനിക്ക് അടിപൊളിയായിട്ട് ലൈക്ക് അടിച്ചു. ഞാനൊക്കെ ഇപ്പൊ വിചാരിക്കുന്നത് പണ്ട് തോന്നിയാസൊക്കെ കളിച്ച് തെണ്ടിത്തരം കാണിച്ച് പഠിക്കാനൊക്കെ പോയി ബസ്സിലൊക്കെ പോയി കളിച്ച് നേരം കൊണ്ട് പോലീസ് ആയിട്ടുണ്ടെങ്കിൽ ആ സാറിനെ പോലെ ആവുമായിരുന്നു എന്ന്. കാരണം അടിപൊളി ഒരു എന്താ പറയാ, ശരിക്കും പറയാം നമ്മൾ ഈ സിനിമയിലൊക്കെ പറയില്ലേ ജെന്റിൽമാൻ, അത് തന്നെ അടിപൊളി സാറ്. നീ വല്ലാണ്ട് ഇഷ്ടമായി പോയി മൂപ്പര. അടിപൊളി ബോഡി ഷേപ്പ്. എനിക്ക് തോന്നുന്നു മൂപ്പര അടുത്തൊക്കെ ഒരു തെറ്റ് ചെയ്ത ഒരാൾ വന്നു കഴിഞ്ഞാല് പിന്നെ ജന്മത്തൊരു തെറ്റ് ചെയ്യൂല, അത് ഉറപ്പാ. അപ്പൊ ഗൈസ്, ഡോറയും ബുജിയും യാത്ര തുടങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാ ബുജി പോണേ? ഒരാളെ പിടിക്കാൻ പോവാ. നമുക്ക് ആരോടാണ് ഹെൽപ്പ് ചോദിക്കണ്ടേ? ബാഗിനോട് അല്ല, മച്ചിമോളോട്. കുറുനരി മോഷ്ടിക്കരുത്. ഞങ്ങൾ രണ്ടാളോട് രാവിലെ തന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇന്നും ഒരുപാട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. വിദ്യാഭ്യാസ കുറവാണ്, ഒന്നും വിചാരിക്കല്ലേ ഗൈസ്. അപ്പം അതിനു വേണ്ടിയിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ബുജി ഉണ്ട് കൂടെ. അപ്പൊ അങ്ങനെയാണ്. എങ്ങോട്ട്, എങ്ങനെ, എപ്പം എന്നുള്ള ഡീറ്റെയിൽ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. അപ്പൊ മറ്റേ വയനാടൻ വ്ലോഗ്സ് പറഞ്ഞതിന്റെ അതിരി ആംബുലൻസിന് പെട്രോൾ പമ്പ് കണ്ടില്ല എന്ന്, അതേപോലെ പെട്രോൾ എവിടെ തീരുന്നോ അവിടെ പമ്പ് കയറ്റും എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അപ്പോ രാവിലെ കുളിച്ചു പുറപ്പെട്ടു, മേക്കപ്പ് ഇട്ടു. നല്ല കൺമഷിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 700 രൂപ കൊടുത്താൽ എന്താ മോനെ, കൺമഷി സൂപ്പർ അല്ലേ? എന്നെ കാണാനും സൂപ്പർ അല്ലേ? അല്ലേ ബുജി? ഏറെക്കുറെ. അപ്പോ അങ്ങനെയാണ്. എന്നിട്ട് ബുജി എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരുമോന്ന് എനിക്കറിയില്ല. ഞാനൊരു ഡ്രസ്സ് ഞാനിട്ടു. ഞാനേ അത്തോളി ഉണ്ടല്ലോ, പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്തായിട്ടൊരു ഷോപ്പില്ലേ, ഇന്നലെ അവിടെ ഒരു സ്കേർട്ട് ഉണ്ടോ? ഇന്നലല്ല, ഞാൻ മൂക്കുത്തി പോയ സമയത്ത് ഒരു സ്കേർട്ട് ഉണ്ടോ കണ്ട്. എനിക്ക് വേറെ ആരുമില്ലാലും പറയാന്. ആ പൂക്കള് എനിക്കുള്ള പൂക്കളാ. അപ്പൊ എനിക്ക് വേറെ ആരോടും പറയാനൊന്നുമില്ല ഗൈസ്. ഞാനൊരു പാവം ഒരു ഓട്ടോ ഡ്രൈവറുടെ മകള്. ഞാനൊരു പാവം ഓട്ടോ ഡ്രൈവറുടെ മകൾ. കേക്കുന്നില്ലേന്ന് ചോദിച്ചത് ഓൻ കേട്ട്. അപ്പം മനസ്സിലാക്കി ഉറങ്ങല്ല, ഉറക്കം നടിക്കുക എന്നുള്ളത്. അല്ലെന്റെ ബുജിയെ ഇജ്ജ് അല്ലാണ്ടിക്ക് ആരുണ്ടോ പൊന്നെ? അന്റെ ഉപ്പൂപ്പയ്ക്കും മേടിച്ചു തരരുതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അവന്റെ ഉപ്പൂപ്പ മേടിച്ചു തരരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. ഞാനൊരു പുതിയ ഡ്രസ്സ് ഞാൻ ഇട്ടപ്പം എനിക്കൊരു പുതിയ ഡ്രസ്സ് ബുജി മേടിച്ചു തരുമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞങ്ങള് കുറുനരി മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോവാൻ പോവാണ്. ബുജി ഒരു ടാറ്റ കൊടുത്തേ.